PCOD ഉള്ള സ്ത്രീകളിൽ അവർക്ക് സൈക്കോളജിക്കലി അല്ലെങ്കിൽ മാനസികപരമായിട്ട് ഇത് അവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. ഞാൻ ഫാത്തിമത്തുൽ റഫാഖ്, കോഴിക്കോട് വൈറ്റ്നസ് ലൈഫ് ഹബിലെ ചീഫ് സൈക്കോളജിസ്റ്റാണ്. മുമ്പ് PCOD എന്നറിയപ്പെടുന്ന പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കൗമാരപ്രായം മുതൽ ഒരു 40 വയസ്സ് വരെ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസി എന്ന് പറയപ്പെടാവുന്ന ഒരു അസുഖമാണ് എന്തെന്ന് പറയുന്നത് PCOD അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും? അവർക്ക് അവരുടെ ആർത്തവത്തിൽ ഒരു ക്രമമില്ലായ്മ, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് ഒരു ആർത്തവം ഉണ്ടാവുക, ഇനി ആർത്തവം ഉണ്ടായാൽ തന്നെ കുറച്ച് ബ്ലഡ് മാത്രം വരിക, ഇങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഈ PCOD. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനത്തെ സ്ത്രീകളിൽ, അതായത് PCOD ഉള്ള സ്ത്രീകളിൽ അവർക്ക് സൈക്കോളജിക്കലി അല്ലെങ്കിൽ മാനസികപരമായിട്ട് ഇത് അവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഇത് അവരിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. കാരണം PCOD ഉള്ള സ്ത്രീകൾക്ക് അമിത ദേഷ്യമായിരിക്കും, അതുപോലെ തന്നെ അവർക്കൊരു ഇമോഷണൽ ഇംബാലൻസ് ആയിരിക്കും. ഭയങ്കര വിഷമിച്ചിരിക്കുക, ചില സമയങ്ങളിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് കരയുക, ഭയങ്കര സന്തോഷപ്പെട്ടിരിക്കുക, അങ്ങനെ ഒരു ഇമോഷണൽ ഇംബാലൻസ് അവരിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ലൈഫിനോട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനോട് ഭയങ്കര മടുപ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അവരുടെ ലൈഫുമായിട്ട്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ദേഷ്യമായിരിക്കും, അവരുടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ഭയങ്കര ലോ ആയിരിക്കും. അപ്പം ഇങ്ങനെ PCOD ഉള്ള സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അവർക്ക് വേണ്ട PCOD ഉള്ള സമയത്ത് അവർക്ക് നമുക്ക് എന്താ ഫിസിഷ്യൻ അഡ്വൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫിസിഷ്യൻ പറഞ്ഞിട്ടുള്ള മെഡിസിൻസ് എടുക്കുന്നതിനോട് കൂടെ തന്നെ എന്ത് ചെയ്യുക, മെൻ്റൽ സപ്പോർട്ടും കൂടി നമ്മൾക്ക് കൊടുക്കുക, കെയർ ഗിവേഴ്സായി നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൂടെ നിൽക്കുന്നവർ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക, അവർക്കൊരു സപ്പോർട്ടും അവരുടെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കാനുള്ളതും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യുക, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം കൂടി തേടാൻ മറക്കരുത്.